ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവൻ്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും സദൃശവാക്യങ്ങൾ അഥവാ പ്രോവർബ് എന്ന പുസ്തകത്തിൽ നിന്നും 11-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ഉത്തരാർത്ഥ ഭാഗം എടുക്കുന്നു. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. അതായത് പ്രൗഢായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രൗഢ് വരുമ്പോൾ ലജ്ജയും വരുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ഇവയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് 145-ാം സങ്കീർത്തനത്തിലും 149-ാം സങ്കീർത്തനത്തിലും 150-ാം സങ്കീർത്തനത്തിലും നിന്നൊക്കെയും നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ മനുഷ്യർ ചില സമയങ്ങളിൽ ചുരുക്കം ചിലർ പ്രൗഢായിരിക്കുകയും അതിന് അഹങ്കാരം എന്നുള്ള മലയാള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൂതന്മാരും ചിലപ്പോൾ അങ്ങനെ പ്രൗഢായിട്ട് കാണിച്ചതായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നാം ഒരിക്കലും തന്നെ പ്രൗഢാവരുത്. നമ്മൾക്ക് ഇന്ന ജോലി ചെയ്യുവാൻ സാധിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്നുണ്ട്, അത് സാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് നമ്മളുടെ കോൺഫിഡൻസ് വളർത്തുവാനും കോൺഫിഡൻസ് ആയിരിക്കുവാനും ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഏത് ജോലിയും ചെയ്യുവാൻ നാം കഴിവുള്ളവരാണ്. അങ്ങനെ കഴിവുള്ളതായ ജോലികൾ ചെയ്യാനും നാം കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ നാം അതിര് കവിഞ്ഞ് അതിൻ്റെ പ്രൗഢായി പോകരുത്. എല്ലാത്തിനും ദൈവത്തിനൊപ്പം എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടാകരുത് എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്നും ഉദാഹരണ സഹിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ ബാബേലിനെ കുറിച്ച് പറയുന്നു. ബാബേൽ ഗോപുരമെന്ന് പറയുന്നതായ സ്ഥലം നാം ചർച്ച ചെയ്ത വിഷയമാണ് നോഹയുടെ പെട്ടകത്തെക്കുറിച്ച്. അങ്ങനെ നോഹയുടെ പെട്ടകത്തിൽ കയറിയവർ രക്ഷപ്പെട്ടു. വെള്ളപ്പൊക്കമുണ്ടായി. അതിൽ നിന്ന് നോഹയുടെ മരുമക്കൾ ഇങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെട്ടു വന്നതായിട്ടും നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കുറിച്ചുമൊക്കെ നാം കഴിഞ്ഞ പാഠങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്. അങ്ങനെ നോഹയുടെ മക്കൾ വീണ്ടും പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവരുടെ ഒരു കുടുംബത്തിൽ നിന്നും മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ഇങ്ങനെ അവരുടെ നോഹയുടെ തലമുറകൾ വീണ്ടും വലുതായിട്ട് വളർന്നു വന്ന് അവരുടെ തലമുറകളിൽ മനുഷ്യർ പെരുകുവാൻ തുടങ്ങി. അങ്ങനെ പെരുകി ബാബേൽ രാജ്യത്ത് ആകുമ്പോൾ, ശീനാർ ദേശത്തായപ്പോൾ, അങ്ങനെ ജനങ്ങൾ കൂടിയപ്പോൾ ജനങ്ങൾ അവർ തന്നെ ചിന്തിച്ചു ഒരു ഗോപുരം പണിയണം. അത് ആകാശത്തോളം ഉയരമുള്ളതായിരിക്കണം എന്ന് ചിന്തിച്ചു. ആകാശത്തോളം ഉയർന്നതായിരിക്കണമെന്ന് ചിന്തിച്ചതാണ് ഇവിടെ വന്ന തെറ്റ്. അവർ മണ്ണ് കുഴച്ച് ഇഷ്ടികയുണ്ടാക്കി അങ്ങനെ ഗോപുരങ്ങൾ പണിഞ്ഞു. എല്ലാവർക്കും അവിടെ തന്നെ താമസിക്കാം, ആ ഗോപുരത്തിൽ തന്നെ എല്ലാ ജനങ്ങൾക്കും താമസിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. ഒരു ഗോപുരത്തിൽ എല്ലാവരോടെ താമസിക്കാം. ആകാശത്തോളം ഉയർന്ന ഒരു ഗോപുരം ഉണ്ടാക്കുവാൻ പ്ലാൻ ചെയ്തു. അവരുണ്ടാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്, ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ്. അവർ ഒരു ഗോപുരത്തിൽ താമസിക്കേണ്ടവരല്ല. ഭൂമി മുഴുവനായും ഭൂമിയുടെ സ്ഥലമുള്ളിടത്തെല്ലാം പോയി
താമസിച്ച് അവിടെല്ലാം കൃഷി ചെയ്യുക, അവിടെയെല്ലാം ഡെവലപ്പാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം മൊത്തത്തിൽ നോക്കിയാൽ വേല ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുത്തുള്ളതായ ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. നീ വിയർത്തു വേണം ആഹാരം കഴിക്കുവാൻ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം കൽപ്പന കൊടുത്തിരുന്നു. അങ്ങനെ വിയർത്തു വേണം, അതായത് വേല ചെയ്ത് വിയർക്കണം എന്നുള്ളതാണ്. അതിനു പകരം ഗോപുരമുണ്ടാക്കി, ആകാശത്തോളം മുട്ട ഒരു ഗോപുരമുണ്ടാക്കി അവിടെ കഴിയുവാൻ ദൈവം ആഗ്രഹിച്ചില്ല എന്ന് ഇവരുടെ ഗോപുരം ഉണ്ടാക്കുന്നതായ സമയത്ത് ദൈവം ആ ഗോപുരം കാണാൻ ഇറങ്ങി വന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവം വന്നപ്പോൾ എല്ലാവരും തകൃതിയായി ഗോപുരമുണ്ടാക്കുന്നു, ചുടുകട്ട ഉണ്ടാക്കുന്നു. എല്ലാ മനുഷ്യരും ഒന്നിച്ച് അവിടെ വേല ചെയ്യുന്നു, അതായത് ഗോപുരം ഉണ്ടാക്കാൻ വേണ്ടി. ഈ ഗോപുരം ആകാശത്തോളം വരുന്നതായ ഒരു ഗോപുരം ഉണ്ടാക്കുന്നതിന് അവരുടെ പ്രൗഢായിട്ട് ദൈവം കാണുകയും അവരുടെ അഹങ്കാരമായിട്ട് ദൈവം അത് മനസ്സിലാക്കുകയും ദൈവം അതിനായിട്ട് ശിക്ഷ അവർക്ക് കൊടുക്കുകയും അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു എന്നാണ്. അതായത് പല ഭാഷകളിൽ ഒരു ഭാഷ അറിയാവുന്നവൻ ആ ഭാഷ മറന്നിട്ട് അടുത്ത ഭാഷ അവനെ മനസ്സിലായി. അങ്ങനെ പല ഭാഷകൾ പല ലാംഗ്വേജുകൾ അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അവർക്ക് പരസ്പരം പറഞ്ഞ് ചുടുകട്ട എടുക്കുവാനും ഗോപുരത്തിന് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നിൽക്കുവാനും കഴിയുന്നില്ല. അവരെല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു ദിക്കിലേക്കും അടുത്ത ഭാഷ സംസാരിക്കുന്നവർ അടുത്ത ദിക്കിലേക്കും അങ്ങനെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ്. എന്നാൽ 10-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു അവർ പല ദിക്കിലേക്ക് പോകുന്നു. അത് ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് 11-ാം അധ്യായമാണ് മുൻപേ നടന്നത്. 10-ാം അധ്യായം അതിൻ്റെ തുടക്കം മുതലുള്ള നോഹയുടെ പുത്രന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അവർക്ക് ആ കാലയളവിൽ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ചുരുക്കത്തിൽ എഴുതിയതായതുകൊണ്ട് 10-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നതായ ഭാഗങ്ങൾ 10 മുതൽ തുടങ്ങി അത് ഈ 11-ാം അധ്യായത്തിലെ ബാബേൽ ഗോപുര നിർമ്മിതിയെ ദൈവം പിണക്കി മാറ്റിയതിന് ശേഷം, ദൈവം അത് ഡിസ്ട്രക്റ്റീവ് ആയതിനു ശേഷം, ദൈവം അതിനെ നശിപ്പിച്ചതിന് ശേഷം പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നു. അങ്ങനെ ഈ ബാബേൽ ഗോപുര ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രൗഢ അനുസരിച്ച്, മനുഷ്യൻ്റെ അഹങ്കാരമനുസരിച്ച് അതിനെ ദൈവം ഉദ്ദേശിച്ചത് അല്ല. കാരണം ഇവർ ദൈവത്തോട് സംസാരിച്ചിട്ടല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ല എന്ന് നമുക്ക് കാണുവാൻ. ഒരു പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അനുമതി ചോദിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുമതി ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ട്, അതായത് പ്രാർത്ഥിച്ചതിന് ശേഷം തുടങ്ങിയതായ ഒരു പരിപാടിയല്ലായിരുന്നു ബാബേൽ ഗോപുരം. ബാബേൽ രാജ്യത്ത് സീനാർ ദേശത്ത് ഒരു കൊടുമുടി പോലെ ഒരു ഗോപുരം ഉണ്ടാക്കുവാൻ തുടങ്ങിയതാണ്. അത് ദൈവം അതിനെ അനുവദിച്ചില്ല. ദൈവം അവരുടെ ഭാഷ പിണക്കിക്കളഞ്ഞു. ദൈവം അവർക്ക് ശിക്ഷയായി കൊടുത്തു. അങ്ങനെ അവർ ലോകത്തിൻ്റെ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് സഞ്ചരിച്ച് മനുഷ്യർ ഭൂമിയിൽ എല്ലായിടവും നിറഞ്ഞു ജോലി ചെയ്ത് എല്ലാവരും ജീവിക്കുന്നു. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതായത് ഏത് ജീവജാലമായാലും പ്രൗഢ ഉണ്ടാവരുതെന്നാണ്. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാന ദൂതന്മാരെ അവിടെ സൃഷ്ടിച്ചു. അങ്ങനെ ദൂതന്മാർ എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം ഏദൻ പറയുന്നു, ഏദനിൽ ദൂതന്മാരെ ആക്കി. ഏദനിൽ ദൂതന്മാരുടെ വാസം ആയിരുന്നു എന്ന് മനസ്സിലാകുന്നു. അത് ദൂതന്മാരായിരുന്നു എന്ന് എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 14-ാം വാക്യത്തിൽ കെരൂബ് എന്ന വാക്കിൽ നിന്നും, പിന്നെ യെശയ്യാ പ്രവചനം 14-ാം
അധ്യായം 12-ാം വാക്യത്തിൽ അരുണോദയപുത്രനായ ശുക്ര എന്ന് വിളിക്കുന്നു. അതൊരു ദൂതനെ കുറിച്ചാണ് ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായവും യെശയ്യാവ് പ്രവചനത്തിലെ 14-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൂതനെ ചിന്തിക്കുന്നതാണ്. ദൂതൻ മനസ്സിൽ ചിന്തിച്ചു, വടക്ക് ദൈവത്തിൻ്റെ സമാഗമന സ്ഥലത്ത് വരെയും, അതായത് ദൈവത്തോട് സമനായി ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിൻ്റെ അവിടം വരെയും ഈ ദൂതന് ഇരിക്കാം. അത് അതിൻ്റെ സീറ്റ് ഉയർത്തി കൊണ്ടുപോകും. ഈ ദൂതൻ തന്നെത്താനെ നെഗളിക്കുകയാണ്, തന്നെത്താനെ ചിന്തിക്കുകയാണ്. തൻ്റെ ഇരിപ്പിടം അങ്ങ് ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിൻ്റെ അവിടം വരെയാക്കിയിട്ട് ദൈവത്തോട് അത്യുന്നതനോട് സമനാക്കണമെന്ന് യെശയ്യാപ്രവചനം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത്യുന്നതനോട് സമനാകുവാൻ വേണ്ടി ദൂതൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ചിന്തിച്ചതേയുള്ള ആരോടെയും പറഞ്ഞതായിട്ട് വിശുദ്ധ ബൈബിളിൽ കാണുന്നില്ല. മറ്റാരും ദൈവത്തിന് അത് മനസ്സിലായി. മനസ്സിൽ ചിന്തിക്കുന്ന തെറ്റുകളെപ്പോലും ഏതോ ദുരൂഹമായ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നതിനെ ദൈവം മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് പുതിയ നിയമത്തിലും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൂതൻ ദൈവത്തിന് വിരോധമായി തെറ്റായ രീതിയിൽ ചിന്തിക്കുകയാണ്. ദൈവത്തിനോട് സമനാകും. അങ്ങ് വടക്കേ സ്ഥലത്ത് അങ്ങനെ ഉത്തരദിക്കിൽ തൻ്റെ ഇരിപ്പിടമുണ്ടാക്കി ദൈവത്തോട് സമനായിരിക്കുവാൻ ദൂതൻ ആഗ്രഹിച്ചു. ദൂതനെ അതിന് പറയുന്നതിനാണ്, ദൂതനെ ഉണ്ടാക്കിയ നാൾ മുതൽ ദൂതൻ തെറ്റ് ചിന്തിക്കുന്നവരെയും ദൂതൻ്റെ തെറ്റുകാര്യങ്ങൾ ദൂതൻ നല്ലവനായിരുന്നെന്നാണ് ദൈവം മനസ്സിലാക്കിയിരുന്നത്. ഈ ദൂതൻ അതിൽ ഒരു സമയം വരെയും ആ തെറ്റ് ചിന്തിക്കുന്നവരെയും ഒരു തെറ്റും ദൈവം കണ്ടിരുന്നില്ല. അവൻ നല്ലവനായിരുന്നു. അങ്ങനെ ദൂതൻ തെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് തെറ്റ് ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ ഭൂമിയിലേക്ക് തട്ടിക്കളഞ്ഞു, വെട്ടേറ്റു വീണു. എങ്ങനെയാണ് നീ വെട്ടേറ്റ് വീണത് എന്നും വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അധ്യായങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെ അരുണോദയപുത്ര ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് വീണു. അതിസൗന്ദര്യവാനായ ദൂതൻ ദൈവത്തിൻ്റെ വെട്ടേറ്റ് അങ്ങ് ഭൂമി അഗാധത്തിലേക്ക് വീണു. പിന്നെയാണ് അവൻ തെറ്റു മനസ്സിൽ ചിന്തിച്ചാൽ, പ്രൗഢായാൽ അത് കാര്യങ്ങൾ നടക്കത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങി അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ, അവരവരുടെ കോൺഫിഡൻസ് വെച്ച് കാര്യങ്ങൾ ചെയ്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളും അത് നടപ്പിലായി വരും. അത് ദൈവം അനുഗ്രഹിക്കുന്നതായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാകുന്നതായ ജെയിംസിൻ്റെ യാക്കോബിൻ്റെ പുസ്തകം പുതിയ നിയമത്തിൽ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം തെറ്റായ പ്രവൃത്തികളെ എതിർക്കുന്നു എന്ന് കാണാം. അത് മനുഷ്യർ ചെയ്യുന്നതായ തെറ്റായ പ്രവൃത്തികൾ അല്ല, മറ്റേത് തന്നെയായാലും. അതിനപ്പം തെറ്റ് ചെയ്യാത്തവരോട് ദൈവം അനുകൂലമായിരിക്കുമെന്നാണ് ജെയിംസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്. അവിടെ ഇങ്ങനെയാണ്, ദൈവം തെറ്റ് ചെയ്യുന്നവരോട് എതിർത്ത് നിൽക്കും. ദൈവം ഹമ്പിളായിട്ടുള്ളവരോട്, നല്ല രീതിയിൽ ഉള്ളവരോട്, തൻ്റെ കോൺഫിഡൻസ് ചിന്തിച്ച് അനുഗ്രഹീതമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരോട് ദൈവം അനുകൂലമായും പെരുമാറുമെന്നാണ് ജെയിംസിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുത്തതായ വാക്യം, സദൃശ്യവാക്യങ്ങൾ പഴയ നിയമത്തിൽ 11-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ഉത്തരാർത്ഥ ഭാഗമാണ്. അതായത് അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. അഹങ്കാരം വരുമ്പോൾ ദൈവം അതിനെ അഹങ്കാരത്തിന് ശിക്ഷ തരുമ്പോൾ
ആ ശിക്ഷയാണ് പിന്നെ കാണുന്നത്, ലജ്ജയാണ് എന്നേ പോരുന്നത്. അഹങ്കാരം ഉള്ളിൽ വരുമ്പോൾ, മനസ്സിൽ ചിന്തിച്ചാൽ പോലും വരുമ്പോൾ ദൈവം ശിക്ഷ നൽകും. ആ ശിക്ഷയാണ് ലജ്ജയായി മാറി പിന്നെ പരിണതഫലം പരാജയമാണ്. അതിന് അഹങ്കാരം മനുഷ്യ മനസ്സുകളിലും ഉണ്ടാകരുത്. അത് ദൂതനായിക്കൊള്ളട്ടെ, ദൂതനും അഹങ്കാരം അവൻ വെട്ടേറ്റ് വീണു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഒരു ജീവജാലവും അഹങ്കാരം മനസ്സിലുണ്ടാവരുത്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ച് യേശു കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ വിജയത്തിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ വിജയം കാണുവാൻ ദൈവവും ആഗ്രഹിക്കും, യേശു കർത്താവും ആഗ്രഹിക്കും. അങ്ങനെ നാം വിജയത്തിലേക്ക് ചെന്നെത്തുവാനും കഴിയും. അതാണ് നമ്മളുടെ ചിന്താഗതികൾ. അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. നാം ഇവിടെ ചിന്തിക്കുന്നത് അഹങ്കാരം വരും. അഹങ്കാരം വരരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം വരരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ഏത് പ്രവൃത്തിയിലും നാം ചെയ്താൽ അത് വിജയിക്കും എന്നുള്ളതാണ്. ഇവിടെ രണ്ടു കൂട്ടരെക്കുറിച്ച് പറഞ്ഞത്, ഒരു ഗ്രൂപ്പുകാർ മനുഷ്യരായിരുന്നു. അവർ ആകാശത്തോളം ഒക്കുന്നതായി ഒരു ഗോപുരം പണിത് എല്ലാവരും ഒന്നിച്ച് അവിടെ വെറുതെ ഇരിക്കാമെന്നുള്ള വിചാരിച്ചു. കൃഷി ചെയ്യാൻ പോകാതെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ പിണക്കിക്കളഞ്ഞതിനാൽ അവർ വീണ്ടും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അവർ കൂട്ടമായി പോകേണ്ടി വന്നു, പല ഭാഷകൾ സംസാരിച്ചുകൊണ്ട്. ദൂതന് വെട്ടേറ്റ് വീണതുകൊണ്ട് പ്രധാനപ്പെട്ട ദൂതനും അവൻ്റെ ശിഷ്യന്മാർക്കും വെട്ടേറ്റ് വീണതിനാൽ പിന്നെ സ്വർഗരാജ്യത്തിൽ ഏദനിൽ അവർക്ക് സ്ഥാനം ഇല്ലാതെ അവർ പരാജയത്തിൻ്റെ പടുംകുഴിയിലേക്ക് വീണുപോയി. അങ്ങനെ ദൈവം ശിക്ഷിച്ചു. ഏത് മനുഷ്യനായാലും, ഏത് ദൂതനായാലും, ഏത് ജീവജാലമായാലും പ്രൗഢാണെങ്കിൽ, അതായത് തെറ്റായ ചിന്താഗതികൾ മനസ്സിൽ വന്നാൽ, പ്രൗഢാവുകയാലും അഹങ്കാരം വന്നാലും അവരെ താഴ്ത്തി അവരുടെ പോകുന്ന വഴിയിൽ നിന്നും താഴ്ത്തിക്കളയുകയാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതിനാൽ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുകൂലമായ ദൈവത്തിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിരുന്ന് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു.